ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ക്യാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കുന്നത് അങ്കണവാടി വഴി നമുക്ക് കിട്ടില്ല അമൃതം പൊടി അത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അമൃതം പൊടി എല്ലാവരുടെയും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ പല രീതിയിലും നമ്മൾ മക്കൾക്ക് ഇത് റെഡിയാക്കി കൊടുക്കാറുണ്ട്. എന്നാൽ ഈ ഒരു റെസിപ്പി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കിയതെന്ന് പറയത്തേ ഇല്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു ഫ്ലേവർ വരികയില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. മിക്സിയുടെ ജാറിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഈ റെസിപ്പി ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ക്യാരമൽ സോസ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇതാ ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മെൽറ്റ് ആകുന്നത് വരെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ മെൽറ്റായി തുടങ്ങുമ്പോൾ ഇളക്കി കൊടുക്കാനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടല്ലോ പഞ്ചസാര ഇവിടെ മെൽറ്റ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ഇതുപോലെ ക്യാരമലൈസ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ മെൽറ്റായിട്ട് ഒരു ഗോൾഡൻ കളർ ആവുമ്പോഴാണ് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ കളറൊക്കെ നന്നായിട്ട് തന്നെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഓവർ കളർ ചേഞ്ച് ആവാൻ നിൽക്കരുത്. അപ്പോൾ ഒരു കയ്പ്പ് രസം ഉണ്ടാകും. അപ്പോൾ നല്ലതുപോലെ തന്നെ മെൽറ്റായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണ് വെള്ളം, സാധാ പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് നല്ലതുപോലെ തന്നെ അത് കട്ടയായിട്ടൊക്കെ മാറും. അതുകൊണ്ട് ടെൻഷൻ ആവണ്ട. കുറച്ച് ടൈം ആ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ മിക്സാക്കി എടുക്കുകയാണെങ്കിൽ അത് നല്ലതുപോലെ തന്നെ ഒന്ന് മെൽറ്റായിട്ട് വന്നോളൂ. അപ്പോൾ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ നമ്മളെ ശരീരത്തിലേക്ക് ഒന്ന് സ്പ്രെഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നും. അപ്പോൾ പ്രശ്നമാക്കണ്ട. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ ഒന്ന് മെൽറ്റായിട്ട് വരും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് പുഡിങ് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ എടുക്കുന്നത് അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം മതിട്ട്, ഓവറൊന്നും വേണ്ട. നമുക്ക് റിമൂവ് ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് പകരം വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. ഇനി നമുക്കതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരമലൈസ് സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് ആ ഒരു പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാക്കി എടുക്കാം. അപ്പോൾ കണ്ടല്ലോ ഇതിപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു 3 കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ 3 മുട്ടയും മുഴുവനായിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് അമൃതം പൊടിയാണ്. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് നിറയെ അമൃതം പൊടി എടുത്തിട്ടുണ്ട്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അമൃതം പൊടി കയ്യിലില്ലെങ്കിൽ മൈദ വെച്ചിട്ടും ഗോതമ്പ് പൊടി വെച്ചിട്ടൊക്കെ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുക കേട്ടോ. ഈ ഒരു സെയിം സ്റ്റെപ്പിൽ തന്നെ ചെയ്തെടുത്താൽ മതി, ഒരു മാറ്റവും ഇല്ല. ഇനിയിപ്പോൾ അതിലേക്ക് 1 കപ്പ് അമൃതം പൊടി ഇട്ടതിലേക്ക് 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള അളവിൽ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുക. 3 കോഴിമുട്ട, 1 കപ്പ് അമൃതം പൊടി, 1.5 കപ്പ് പാല് എന്ന രീതിയിൽ വേണം മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനിയിപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമൃതം പൊടി ആവുമ്പോൾ അറിയാമല്ലോ നല്ലതുപോലെ തന്നെ മധുരം ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആ ഒരു കോഴിമുട്ടയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ നമുക്കിത് അഴിച്ചെടുക്കാനുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള പാത്രം ഉണ്ടല്ലോ അതിലേക്ക് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ടുള്ള പുഡിങ് റെഡി ആക്കിയിട്ടാണ് ഇത് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അരിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ
അപ്പോൾ അത് റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളം നല്ലതുപോലെ തന്നെ വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി മുഖത്തിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് ഇഡ്ഡലിൻ്റെ ആ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു പുഡിങ്ങിൻ്റെ പാന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടും വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 20 കുറച്ച് ടൈമും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടല്ലോ നല്ലതുപോലെ തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. ഒരു ഇരിക്കലോ സ്ക്രൂ ടുത്ത്പിക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ കുറച്ച് ടൈമും കൂടെ വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ എനിക്കിപ്പോൾ കറക്റ്റായിട്ട് 20 മിനിറ്റാണ് കേട്ടോ ആയിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചൊക്കെ ചിലപ്പോൾ സമയത്തിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇത് കുറച്ചൊന്ന് ചൂടാറിയിട്ട് വേണം ഇതുപോലെ വിടിയിച്ചെടുക്കാൻ. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ സൈഡ് ഭാഗം ഒന്ന് വിടിയിച്ചെടുക്കാം. അപ്പോൾ ഓവർ തണുത്ത് പോകാൻ നിൽക്കേണ്ട, ചെറിയൊരു ചൂടോട് കൂടെ തന്നെ നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബട്ടറൊക്കെ തേച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വിട്ടുപോരും. അപ്പോൾ കണ്ടല്ലോ ഇതിവിടെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു ടൈമിൽ ഉണ്ടാവുക. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി കഴിക്കാൻ. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണെന്നും പറയില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു ക്യാരമൽ സോസൊക്കെ മുകളിൽ ഉള്ളതുകൊണ്ട് കഴിക്കുന്ന സമയത്തായാലും നല്ലൊരു ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെയാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇനി ഗസ്റ്റൊക്കെ വരുന്ന സമയത്തായാലും അമൃതം പൊടിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു റെസിപ്പി നമുക്ക് ചൂടോട് കൂടെ തന്നെ വേണമെങ്കിലും കഴിക്കാം. ഇനി അതെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇനിയിപ്പോൾ അമൃതപ്പൊടി കയ്യിലില്ലാത്തവരൊന്നും ടെൻഷൻ ആണ്ട. മൈദ ഉപയോഗിച്ചിട്ടും ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു സെയിം റെസിപ്പി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.